Next topic is Huckel molecular orbital theory or Huckel molecular orbital theory. നമ്മൾ യുവിൻ്റെ മുകളിൽ രണ്ട് ഡോട്ട് ഉണ്ട്, സോ ഇറ്റ് ഈസ് പ്രൊണൗൺസ്ഡ് ആസ് ഹ്യൂക്കൽ. ഓക്കെ, സിംപ്ലി ഇറ്റ് ഈസ് കോൾഡ് HMOT. And this theory is introduced by the scientist Huckel, and this is a molecular orbital theory, and it is the simplest molecular orbital theory, HMOT. HMOT is the simplest molecular orbital theory, and this HMOT is based on the following assumptions. HMOT നമ്മൾ കുറച്ച് അസംഷൻസിൻ്റെ ബേസിലാണ് ഡിറൈവ് ചെയ്തിട്ടുള്ളത്. ആൻഡ് the first assumption in HMOT is the pi electrons in a conjugated molecule do not interact with sigma electron. The pi electrons in a conjugated molecule do not interact with sigma electrons. Or simply we can say that the HMO theory applies to pi electrons only. HMO theory applies to pi electrons only. That is the first assumption. Second assumption is the total pi electron wave function. The total pi electron wave function, that is taken as psi pi, is a single product of one electron function. ഈ psi pi എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ വേവ് ഫംഗ്ഷൻ ഓഫ് പൈ ഇലക്ട്രോൺ ആണ്. അതെന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ സിംഗിൾ പ്രോഡക്റ്റ് ഓഫ് വൺ ഇലക്ട്രോൺ ഫംഗ്ഷൻ. വൺ ഇലക്ട്രോൺ ഫംഗ്ഷൻ്റെ പ്രോഡക്റ്റ് ആയിട്ടാണ് നമ്മൾ psi pi എഴുതുന്നത്. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് നോട്ട് എ ഡിറ്റർമിനൻറ്റ്. psi pi എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് എ ഡിറ്റർമിനൻറ്റ്. ഓക്കെ, then the total energy of the pi electron is the sum of one electron energies. അപ്പോൾ വേവ് ഫംഗ്ഷൻ psi pi എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ പ്രോഡക്റ്റ് ഓഫ് സിംഗിൾ പ്രോഡക്റ്റ് ഓഫ് വൺ ഇലക്ട്രോൺ ഫംഗ്ഷൻ ആണ്. ദെൻ എനർജി എന്ന് പറയുന്നത് സം ഓഫ് വൺ ഇലക്ട്രോൺ എനർജിയാണ്. വേവ് ഫംഗ്ഷൻ എപ്പോഴും പ്രോഡക്റ്റ് ആയിരിക്കും, ദെൻ എനർജി എപ്പോഴും സം ആയിരിക്കും. ഓക്കെ, so we can represent psi pi equal to psi 1 of 1, that is one electron function, into psi 1 bar of 2, psi 1 bar of 2, then psi 2 of 3, psi 2 bar of 4, etc. psi n by 2 n minus 1 into psi n by 2 n bar. Sorry, psi bar n by 2 n. Psi n by 2 n bar alla, psi bar n by 2 n. Okay. Last electron n ആണെങ്കിൽ തൊട്ടടുത്തുള്ള ഇലക്ട്രോൺസ് എന്തായിരിക്കും? n minus 1 ആയിരിക്കും. ഓക്കെ, ഇവിടെ n ഇലക്ട്രോൺസ് 4 ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? 2 ആയിരിക്കും. ഇവിടെ 2 ആണെങ്കിൽ 1 ആയിരിക്കും. ഓക്കെ, തൊട്ടപ്പുറത്തുള്ളത് എന്താണ്? n by 2. ഇവിടെ ഉള്ളത് തന്നെ ആയിരിക്കും ഇവിടെ വരുന്നത്. ദെൻ n minus 1 ആയിരിക്കും. ഓക്കെ, അപ്പോൾ psi pi എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പ്രോഡക്റ്റ് ഓഫ് വൺ ഇലക്ട്രോൺ ഫംഗ്ഷൻ, സിംഗിൾ പ്രോഡക്റ്റ് ഓഫ് വൺ ഇലക്ട്രോൺ ഫംഗ്ഷൻ. psi 1 of 1 into psi 1 bar of 2 into psi 2 of 3 into psi 2 bar of 4, etc. psi n by 2 n minus 1 into psi n by 2 bar n. ഓക്കെ, ഇവിടെ psi I എന്ന് പറയുന്നത് എന്താണ്? psi I is the HMOs, അതായത് psi 1, psi 2, psi 3, etc. ആർ ദ HMOs ആണ്, ഹക്കൽ മോളിക്കുലർ ഓർബിറ്റൽസ് ആണ് psi I എന്ന് പറയുന്നത്. ദെൻ ഇവിടെ ബാർ എന്ന് പറയുന്നത് ബാർ കൊടുത്തിട്ട് എന്തിനാണ്? psi 1 ബാർ, psi 2 ബാർ, psi 3 ബാർ, etc. അത് റെപ്രസെൻ്റ് ചെയ്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബീറ്റ സ്പിൻ ആണെങ്കിൽ അതിൻ്റെ മുകളിൽ എന്തെങ്കിലും ഒരു ബാർ കൊടുക്കും. ഓക്കെ, ആൽഫ സ്പിൻ ആണെങ്കിൽ ബാർ ഉണ്ടായിരിക്കത്തില്ല. ഓക്കെ, ദെൻ ടോട്ടൽ എനർജി ഈ പൈ ഇലക്ട്രോണിൻ്റെ എനർജി എന്ന് പറയുന്നത് എന്തായിരിക്കും? n1 ഇൻറ്റു E1 പ്ലസ് n2 ഇൻറ്റു E2 പ്ലസ് എക്സെട്ര
ലാസ്റ്റ് എന്തായിരിക്കും nn ഇൻറ്റു en ആയിരിക്കും. n1 ഇൻറ്റു e1 പ്ലസ് n2 ഇൻറ്റു e2 പ്ലസ് എക്സെട്ര nn ഇൻറ്റു en. Where ei is the, ei means e1, e2, e3 etc. ei is the energies of a single electron in psi I. ഓരോ psi i വേവ് ഫംഗ്ഷൻ്റെ എനർജിയാണ്. psi 1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജിയാണ് e1, psi 2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജിയാണ് e2 എക്സെട്ര. ദെൻ ഇവിടെ എന്തുണ്ട് ഫാക്ടേഴ്സ് ni. ni may be 1, 2 or 0 depending upon the Huckel molecular orbitals is singly or doubly occupied or unoccupied. അതായത് n1ൻ്റെ വാല്യൂ niൻ്റെ വാല്യൂ ഇവിടെ n1 n2 ഉണ്ടല്ലോ niൻ്റെ വാല്യൂ either it is 1 or 2 or 0 depending upon the wave function psi I is singly occupied or doubly occupied or unoccupied. Singly occupied ആണെങ്കിൽ niയുടെ വാല്യൂ 1 ആയിരിക്കും, doubly occupied ആണെങ്കിൽ niയുടെ വാല്യൂ 2 ആയിരിക്കും, unoccupied ആണെങ്കിൽ എന്തായിരിക്കും 0 ആയിരിക്കും. Okay. Then each psi is supposed to be an approximate solution of a one electron Schrodinger equation. Each psi is supposed to be an approximate solution of one electron Schrodinger equation. That Schrodinger equation is h cap I psi I is equal to ei into psi I. h cap I psi I is equal to ei into psi I. Okay. I is equal to 1, 2, 3 etc. Okay. Then next third assumption. Each Huckel molecular orbital, that is psi I is called Huckel molecular orbital. Each Huckel molecular orbital is taken as a linear combination of the carbon 2pz atomic orbitals. Each Huckel molecular orbital is taken as a linear combination of carbon 2pz atomic orbitals, taking xy plane as the molecular plane. Each Huckel molecular orbital is taken as a linear combination of carbon 2pz atomic orbital. കാർബണിൻ്റെ 2pz atomic orbitalൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ടാണ് ഓരോ HMOയും നമ്മൾ എടുക്കുന്നത്. ആൻഡ് XY പ്ലെയിൻ ആസ് ദ മോളിക്കുലാർ പ്ലെയിൻ. XY പ്ലെയിൻ എന്ന് പറയുന്നതാണ് മോളിക്കുലാർ പ്ലെയിൻ ആയിട്ട് എടുക്കുന്നത്. അറ്റോമിക് ഓർബിറ്റൽ എന്ന് പറയുന്നത് 2pz atomic orbitals ഓഫ് കാർബൺ ആണ്. ദെൻ വി ക്യാൻ റൈറ്റ് psi I is equal to ai into P1 plus AI1 into P1 plus AI2 into P2 plus etc. AIN into PN. That is here P1, P2, P3 etc. എന്താണ് 2pz atomic orbitals of the carbon atom ആണ്. P1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2pz atomic orbital of first carbon atom. P2 is the 2pz atomic orbital of second carbon atom etc. Pn എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2pz atomic orbital of nth carbon atom. Okay. Then AI1, AI2, AI3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ AI1 ആണെങ്കിൽ it is the coefficients of the എന്താണ് ഫസ്റ്റ് അറ്റോമിക് ഓർബിറ്റൽ ഇൻ ദ ith HMO. അപ്പോൾ ith HMO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ psi I ആണ്. അപ്പോൾ psi Iക്ക് പകരം psi 1 ആണെങ്കിൽ ഇവിടെ എന്ത് വരും A11 P1 ആണ്. അപ്പോൾ A11 P1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A1 ഈസ് ദ ലീനിയർ കോയിഫിഷ്യൻറ്റ് അല്ലെങ്കിൽ ഇറ്റ് ഈസ് ദ കോയിഫിഷ്യൻസ് ഓഫ് ദ ഫസ്റ്റ് P atomic orbital in the first HMO. Okay. Then Iക്ക് പകരം 2 ആണെങ്കിൽ സെക്കൻഡ് HMOയുടെ ഫസ്റ്റ് P atomic orbital. Okay. അങ്ങനെ പോകും.
ഇവിടെ AI2 P2 ആണെങ്കിൽ coefficients of second pz atomic orbitals in the ith HMO. ഓക്കെ, I എന്ന് പറയുന്നത് ഹെക്കൽ മോളിക്കുലർ ഓർബിറ്റൽസിൻ്റെ എണ്ണമാണ്, നമ്പറാണ്. ദെൻ ഈ 1 2 3 എന്ന് പറയുന്നത് എന്താണ്, അത് ഏത് കാർബൺ ആറ്റമാണ് ഉള്ളത്. ഓക്കെ, ഇപ്പം നമ്മളിത് ഓർഗാനിക് മോളിക്യൂൾസിനാണ് കൂടുതലായിട്ട് അപ്ലൈ ചെയ്യുന്നത്. അതായത് അപ്ലൈഡ് ടു എത്തിലീൻ, അതുപോലെ 1,3 ബ്യൂട്ടാഡൈൻ, അലനിക് സിസ്റ്റം, ദെൻ ബെൻസീൻ. ഓക്കെ, അപ്പോൾ എത്തിലീനാണെങ്കിൽ 2 കാർബണാറ്റാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ 2 കാർബണാറ്റം ആകുമ്പോൾ P1 എന്ന് പറയുന്നത് ഫസ്റ്റ് കാർബണാറ്റത്തിന്, P2 എന്ന് പറയുന്നത് സെക്കൻഡ് കാർബണാറ്റത്തിൻ്റെ pz അറ്റോമിക് ഓർബിറ്റൽ ആയിരിക്കും. അവിടെ 2 എന്തുണ്ടായിരിക്കും, HMOs ഉണ്ടായിരിക്കും. ഓക്കെ, 2 കാർബണാറ്റാണെങ്കിൽ 2 HMOs ഉണ്ടായിരിക്കും. ഓക്കെ, 3 കാർബണാറ്റാണെങ്കിൽ 3 HMOs ഉണ്ടായിരിക്കും. 4 കാർബണാറ്റാണെങ്കിൽ 4 HMOs ഉണ്ടായിരിക്കും. 6 കാർബണാറ്റാണെങ്കിൽ 6 HMOs ഉണ്ടായിരിക്കും. Then this can be written as എന്താണ്, psi I equal to 1 to n AIR into PR sigma I equal to 1 to n AIR into PR എന്ന് എഴുതാം. ഓക്കെ, സോറി ഐ അല്ല, എന്താണ്, ആറാണ്, ആറല്ല അതിന്, R equal to 1 to n, R equal to sigma R equal to 1 to n AIR into PR. അങ്ങനെയാണ് AI1 P1 AI2 P2 പ്ലസ് എക്സെട്ര AIN PN. അപ്പോൾ ഇവിടെ psi I എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് ദ ith HMO ഓഫ് ദ പൈ സിസ്റ്റം ആണ്. PR എന്ന് പറയുന്നത്, PR is the 2pz atomic orbital of rth carbon atom and AIR is the coefficients of rth atomic orbital in the ith HMO. ഓക്കെ, ഒന്നുകൂടെ പറയാം. psi I is the ith Huckel molecular orbital of pi system. PR is the 2pz atomic orbital of rth carbon atom and AIR is the coefficients of the rth atomic orbital in the ith HMO. Then fourth postulate or fourth assumption, the energy of HMO calculated using the formula. Energy of the HMO is calculated using the formula EI is equal to integral psi I h cap psi I d tau divided by integral psi I square d tau. Here psi I is to be real. psi I എന്ന് പറയുന്നത് എന്താണ്, റിയൽ ആണ്. അപ്പോൾ എനർജി EI is equal to integral psi I h cap psi I d tau divided by integral psi I square d tau, psi being real. The next fifth postulate, variation treatment applying to this equation. വേരിയേഷൻ ട്രീറ്റ്മെൻറ്റ് അപ്ലൈ ചെയ്താൽ നമുക്കറിയാം, വി ഗെറ്റ് n സെക്കുലാർ ഇക്വേഷൻസ്. ഒരു n സിസ്റ്റം ആണെങ്കിൽ എന്ത് കിട്ടും, ഒരു n സെക്കുലാർ ഇക്വേഷൻസ് കിട്ടും. ഫിഫ്ത്ത് വൺ ആണ്, വേരിയേഷൻ ട്രീറ്റ്മെൻറ്റ് ലീഡ്സ് ടു സെക്കുലാർ ഇക്വേഷൻസ്, n സെക്കുലാർ ഇക്വേഷൻസ്. ദാറ്റ് ഇക്വേഷൻസ് ആർ A1 ഇൻറ്റു H11 മൈനസ് ES11 പ്ലസ് A2 into H12 minus ES12 plus etc. AN into H1n minus ES1n equal to 0. Similarly, അടുത്തത് A2 into, sorry, not A2, A1 into H21 minus ES21 plus A2 into H22 minus ES22 plus etc. plus AN into H2n minus ES2n
equal to 0. Then etc. ഇനിയും കുറേ ഫങ്ഷൻസ് ഇക്വേഷൻസ് ഉണ്ടായിരിക്കും. n ഇക്വേഷൻസ് അല്ലേ? ഓക്കെ, അപ്പോൾ nth ഇക്വേഷൻ എഴുതാം. a1 ഇൻറ്റു hn1 മൈനസ് esn1 പ്ലസ് a2 ഇൻറ്റു hn2 മൈനസ് esn2 പ്ലസ് എക്സെട്ര പ്ലസ് an ഇൻറ്റു hnn മൈനസ് esnn equal to 0. Okay. Then nth secular equations ഉണ്ടെങ്കിൽ this corresponds to an nth order secular determinant. ഇത് സെക്കുലാർ ഇക്വേഷൻസ് ആണ്. ഈ സെക്കുലാർ ഇക്വേഷൻസിൽ നമുക്ക് എന്തായിട്ട് എഴുതാം? സെക്കുലാർ ഡിറ്റർമിനൻസ് ആയിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ഇതിനെ സെക്കുലാർ ഡിറ്റർമിനൻ്റ് ആക്കി, ഇതിൽ തന്നെയാണ് ഫിഫ്ത്ത് പോസ്റ്റുലേറ്റ് തന്നെയാണ്, അതിനെ സെക്കുലാർ ഡിറ്റർമിനൻ്റ് ആക്കി എഴുതാം. Secular determinant is h11 minus es11, h12 minus es12, etc. ha1n minus es1n, then h21 minus es21, h22 minus es22, etc. h2n minus es2n, etc. hn1 minus esn1, hn2 minus esn2, etc. hnn minus esnn equal to 0. Okay, and this is the secular determinant. ഇപ്പോൾ സെക്കുലാർ ഇക്വേഷൻസിനെ നമ്മൾ എന്താക്കി മാറ്റി? സെക്കുലാർ ഡിറ്റർമിനൻ്റ് ആക്കി മാറ്റി. എങ്ങനെയാണ് സെക്കുലാർ ഇക്വേഷൻ കിട്ടിയത്? ബൈ അപ്ലൈയിങ് വേരിയേഷൻ ട്രീറ്റ്മെൻറ്റ്. നമ്മളിവിടെ എടുത്തിട്ടുള്ള ഇക്വേഷൻസിന് വേരിയേഷൻ ട്രീറ്റ്മെൻറ്റ് അപ്ലൈ ചെയ്തു. അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടിയത്? സെക്കുലാർ ഇക്വേഷൻസ് കിട്ടിയത്. സെക്കുലാർ ഇക്വേഷൻ ഈസ് കൺവേർട്ടഡ് ഇൻ ടു സെക്കുലാർ ഡിറ്റർമിനൻറ്റ്. ഇവിടെ നിങ്ങൾക്കറിയാം HIJ മീൻസ് എന്താണ്? I is equal to 1, j is equal to 2 അങ്ങനെ എടുത്താൽ മതി. HIJ is equal to integral pi h cap pj d tau. HIJ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റഗ്രൽ pi h cap pj d tau ആണ്. അതുപോലെ SIJ S12 ഇൻ്റഗ്രൽ pi pj d tau, pi pj d tau. Then ഇനി Huckel introduced some more approximations based on the secular determinant. ഈ സെക്കുലാർ ഡിറ്റർമിനൻറ്റിനെ ബേസ് ചെയ്തിട്ട് കുറച്ചും കൂടെ അസംഷൻസ് കൊണ്ടുവന്നു. അതാണ് ആറാമത്തെ അസംഷൻ, ആറാമത്തെ പോസ്റ്റുലേറ്റ് അല്ലെങ്കിൽ ആറാമത്തെ അസംഷൻ എന്ന് പറയാം. Huckel introduced some more approximations based on the secular determinant. അതിൽ ഫസ്റ്റ് വൺ, ആറാമത്തെ പോസ്റ്റുലേറ്റിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇതാണ്: all integrals of the type HRR, all integrals of the type HRR which represents the average energy of an electron in the atomic orbital PR. അപ്പോൾ HRR എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻ്റഗ്രൽ PR h cap PR d2 ആണ്, which represents the average energy of an electron in the atomic orbital PR. അത് റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്താണ്? ആവറേജ് എനർജി ഓഫ് ആൻ ഇലക്ട്രോൺ ആണ് ഇൻ ദ അറ്റോമിക് ഓർബിറ്റൽ PR. ദാറ്റ് ഈസ് അസ്യൂംഡ് ടു ബി ഈക്വൽ. അത് HRR എന്താണ്? ഈക്വൽസ് ആണ്, ഈക്വൽ ആണ്. ദാറ്റ് മീൻസ് H11 HRR എന്ന് പറഞ്ഞാൽ H11 ഈക്വൽ ടു H22 ഈക്വൽ ടു H33 ഈക്വൽ ടു എന്താണ്? ഈക്വൽ ആണ്. ദാറ്റ് ഈസ് ടേക്കൺ ആസ് എ ആൽഫ. ദാറ്റ് ഈസ് ടേക്കൺ ആസ് ആൽഫ. അപ്പോൾ H11 is equal to H22 is equal to H33 is equal to etc. That is equal to ആൽഫ. അതിനെ നമ്മൾ ആൽഫ എന്ന് വിളിക്കാം. ഓക്കെ,
അതാണ് ഫസ്റ്റ് വൺ. ഇനി രണ്ടാമത്തത് all integrals of the type HRS representing energy of interaction between two atomic orbitals PR and PS. PR and PS atomic orbitals in the interactions ആണ് സൂചിപ്പിക്കുന്നത് HRS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ HRS representing the energy of interaction between two atomic orbitals PR and PS which are identical. അത് രണ്ടും എന്താണ്? ഐഡൻറ്റിക്കൽ ആണ്. ദാറ്റ് മീൻസ് HRS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ HRS എന്താണ്? ആറും എസും നിയറസ്റ്റ് നൈബേഴ്സ് ആണെങ്കിൽ, അതായത് HRS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? HRS റെപ്രസെൻറ്റിങ് എനർജി ഓഫ് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ടു ആറ്റോമിക് ഓർബിറ്റൽസ് PR ആൻഡ് PS വിച്ച് ആർ ഐഡൻറ്റിക്കൽ ആണ്. അത് നമ്മൾ ബീറ്റ എന്നാണ് കൊടുക്കുന്നത്. ഇഫ് ദ ആറ്റംസ് R ആൻഡ് S ആർ ജസ്റ്റ് നൈബേഴ്സ്, ആറും എസും ജസ്റ്റ് നൈബേഴ്സ് ആണെങ്കിൽ, അതായത് ആറും എസും ജസ്റ്റ് നൈബേഴ്സ് മീൻസ് ഡയറക്റ്റ്ലി ബോണ്ടഡ് ആണെങ്കിൽ. അപ്പോൾ ആറും എസും ഡയറക്റ്റ്ലി ബോണ്ടഡ് മീൻസ് H12 എന്ന് പറഞ്ഞാൽ 1ഉം 2ഉം നിയറസ്റ്റ് നൈബേഴ്സ് ആണ്. അപ്പോൾ രണ്ടും ഡയറക്റ്റ്ലി ബോണ്ടഡ് ആയിരിക്കും. അതുപോലെ H23 ദെൻ H34 ഓക്കെ, ഇതൊക്കെ നിയറസ്റ്റ് നൈബേഴ്സ് ആണ്. ഓക്കെ, അത് ഡയറക്റ്റ്ലി ബോണ്ടഡ് ആണ്. സോ ദാറ്റ് ഈസ് ടേക്കൺ ആസ് ബീറ്റ. ഇപ്പോൾ നിയറസ്റ്റ് നൈബേഴ്സ് ആയിരിക്കണം മീൻസ് ഡയറക്റ്റ്ലി ബോണ്ടഡ് ആയാൽ മതി. അപ്പോൾ നിയറസ്റ്റ് നൈബർ ആവണമെന്ന് നിർബന്ധമില്ല കേട്ടോ. ഓക്കെ, ഇപ്പോൾ ബെൻസീൻ്റെ കേസിൽ ബെൻസീൻ എന്താണ്? 6 കാർബൺ ആറ്റം ഉണ്ട്. 1 2 2 3 3 4 4 5 5 6 ഡയറക്റ്റ്ലി ബോണ്ടഡ് ആണ്. ദെൻ 6ഉം 1ഉം എന്താണ്? ഡയറക്റ്റ്ലി ബോണ്ടഡ് ആണ്. സൈക്ലിക് ആണ്. സൈക്ലിക് ആയതുകൊണ്ട് 6ഉം 1ഉം ഡയറക്റ്റ്ലി ബോണ്ടഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കതിനെന്ത് കൊടുക്കാം? ബീറ്റ എന്ന് കൊടുക്കാം. അപ്പോൾ നിയറസ്റ്റ് നെയ്ബേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? നിയറസ്റ്റ് നെയ്ബേഴ്സ് അല്ല, ജസ്റ്റ് നെയ്ബേഴ്സ്. അപ്പോൾ ജസ്റ്റ് നെയ്ബേഴ്സ് ആണ് അവർ. മീൻസ് 6ഉം 1ഉം ഇങ്ങനെ വരുമ്പോൾ നെയ്ബേഴ്സ് ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിനെന്ത് കൊടുക്കാം? ബീറ്റ എന്ന് കൊടുക്കാം. അപ്പോൾ H12 is equal to H23 is equal to H34 is equal to beta. Then for atom R and S that are not directly bonded അല്ലെങ്കിൽ ഇപ്പോൾ H13 H13 H24 ഇതൊന്നും എന്തല്ല? ഡയറക്റ്റ്ലി ബോണ്ടഡ് അല്ല. അപ്പോൾ അവരുടെ വാല്യൂ HRSൻ്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. HRS ഈക്വൽ ടു 0 നോട്ട് ഡയറക്റ്റ്ലി ബോണ്ടഡ്. ഡയറക്റ്റ് ബോണ്ടാണെങ്കിൽ HRS എന്തായിരിക്കും? ബീറ്റ ആയിരിക്കും. നോട്ട് ഡയറക്റ്റ്ലി ബോണ്ടഡ് ആണെങ്കിൽ HRS 0 ആയിരിക്കും. ദെൻ മൂന്നാമത്തത് വാല്യൂസ് ഓഫ് ആൽഫ ആൻഡ് ബീറ്റ ആർ യൂസ്ഡ് ആസ് എക്സ്പെരിമെൻ്റൽ ഡാറ്റ. ആൽഫയുടെയും ബീറ്റയുടെയും വാല്യൂ എക്സ്പെരിമെൻ്റൽ ഡാറ്റയാണ് യൂസ് ചെയ്യുന്നത്. വാല്യൂസ് ഓഫ് ആൽഫ ആൻഡ് ബീറ്റ ആർ ടേക്കൺ ആസ് ദ എക്സ്പെരിമെൻ്റൽ ഡാറ്റ. ദെൻ ഇൻ്റഗ്രൽസ് ഓഫ് ദ ടൈപ്പ് SRR ഈക്വൽ ടു 1. Integrals of the type SRR means S11, S22 etc. ഇതൊക്കെ എന്താണ്? ഈക്വൽ ടു 1 ആണ്. Then integrals of the type SRS എന്താണ്? SRS means S12, S23 etc. This is equal to 0. SRS ടൈപ്പ് ആണെങ്കിൽ 0 ആണ്. SRR ടൈപ്പ് ആണെങ്കിൽ സെയിം ആണെങ്കിൽ S11, S22, S33 etc. 1 ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിൻ്റെ അസംഷനായിട്ട്, അതായത് ഹക്കൽ ഡിറ്റർമിനൻറ്റ്, ഈ സെക്കുലർ ഡിറ്റർമിനൻറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള അസംഷൻസ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക? ഈ സെക്കുലർ ഡിറ്റർമിനൻറ്റിൽ നമ്മൾ അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. H11 is equal to H22 ആൽഫയാണ്. ദെൻ H12, H23, H34 ആണെങ്കിൽ ബീറ്റയാണ്. അത് ഡയറക്റ്റ്ലി ബോണ്ടഡ് ആണെങ്കിൽ ബീറ്റയാണ്. നോട്ട് ഡയറക്റ്റ്ലി ബോണ്ടഡ് ആണെങ്കിൽ 0 ആണ്. SRR, S11, S22 അതായത് 1 ആണ്. SRS 0 ആണ്.
ഇത്രയും കണ്ടീഷൻസ് ഇതിൽ നമ്മൾ അപ്ലൈ ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് H11 എന്താണ്? ആൽഫയാണ്. മൈനസ് ഇ ഇൻറ്റു S11 എന്താണ്? 1 ആണല്ലോ. ഓക്കെ, H12 എന്താണ്? ബീറ്റയാണ്. S12 എന്താണ്? 0 ആണ്. അപ്പോൾ ബീറ്റ മൈനസ് 0 ആണ്, ബീറ്റയാണ്. അടുത്ത വാല്യൂ എന്തായിരിക്കും? അടുത്ത വാല്യൂ എന്ന് പറയുന്നത് H12 കഴിഞ്ഞാൽ H13 ആണ്. H13 എന്താണ്? 0 ആണ്, നോട്ട് ഡയറക്ട്ലി ബോണ്ടഡ് ആണ്. H1n എന്താണ്? 0 ആണ്. ഓക്കെ, അപ്പോൾ 0 0 0 എക്സെട്ര 0. ഓക്കെ, നെക്സ്റ്റ് H21 എന്താണ്? H21 എന്ന് പറഞ്ഞാൽ ഡയറക്ട്ലി ബോണ്ടഡ് ആണ്, ബീറ്റയാണ്. ഇ ഇൻറ്റു S21 0 ആണ്. അപ്പോൾ ബീറ്റ മൈനസ് 0 ആണ്. ദെൻ H22 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽഫയാണ്. ദെൻ ആൽഫ മൈനസ് ഇ ഇൻറ്റു S22 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ്, ആൽഫ മൈനസ് ഇ. അടുത്ത ടേം എന്ന് വരും H23 ആണ്. H23 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഡയറക്ട്ലി ബോണ്ടഡ് ആണ് H23. അപ്പോൾ അത് ബീറ്റയാണ്. ഓക്കെ, 0 എക്സെട്ര 0. H2n മൈനസ് ES2n 0 ആണ്. ഓക്കെ, ദെൻ അടുത്തത് ഫസ്റ്റ് ടേം വരാം H31 ആണ്. H31 0 ആണ്. അടുത്ത ടേം വരാം H32 ആണ്. H32 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്ട്ലി ബോണ്ടഡ് ആണ്, ബീറ്റയാണ്. അടുത്തത് H33 ആണ്. H33 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽഫ മൈനസ് ഇ ആണ്. ദെൻ അടുത്ത ടേം വരാം H34 ആണ്, അത് ബീറ്റയാണ്. ഓക്കെ, 0 ആണ്. ദെൻ ഇങ്ങനെ വരും. ഓക്കെ, ലാസ്റ്റ് വരുന്നത് ഇത് 0 ആണ്, 0 0. ദെൻ ലാസ്റ്റ് വരിക HNN ആണ്. HNN മൈനസ് ESNN ലാസ്റ്റ് ടേം. അപ്പോൾ HNN എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്? ആൽഫയാണ്, മൈനസ് ഇ ആണ്. അപ്പോൾ ആൽഫ മൈനസ് ഇ ലാസ്റ്റ് ടേം വരും. അതിന് തൊട്ട് മുമ്പുള്ള ടേം വരാം HN ഇൻറ്റു N മൈനസ് 1. ഓക്കെ, അപ്പോൾ നിയറസ്റ്റ് നൈബേഴ്സ് ആയിരിക്കും. അപ്പോൾ അതെന്ന് പറയുന്നത് ബീറ്റ ആയിരിക്കും വരും. ദിസ് ഈസ് ഈക്വൽ ടു 0. So this secular determinant changes to this form: alpha minus E beta 0 0 0, beta alpha minus E beta 0 0 0, beta alpha minus E beta 0, etc. 0 0 0, last beta minus. അത്രയും ഓർത്തിരുന്നാൽ മതി. ഫസ്റ്റ് ആൽഫ മൈനസ് ഇ ബീറ്റ ആയിരിക്കും. പിന്നെന്താണ്? ബീറ്റ ആൽഫ മൈനസ് ഇ ബീറ്റ, ബീറ്റ ആൽഫ മൈനസ് ഇ ബീറ്റ, ബീറ്റ ആൽഫ മൈനസ് ഇ ബീറ്റ, അങ്ങനെ എന്ത് വരും? ലാസ്റ്റ് ബീറ്റ ഇൻറ്റു ആൽഫ മൈനസ് ഇ, ദാറ്റ് ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ ഒരു n/n മാട്രിക്സ് ആണ്, അല്ലെങ്കിൽ ഡിറ്റർമിനൻ്റ് ആണ് n/n ഡിറ്റർമിനൻ്റ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ n ടേംസ് ഉണ്ടായിരിക്കും. ഇനി നമുക്ക് എത്ര ടേംസ് ആണ് ആവശ്യമുള്ളത് അതിനനുസരിച്ച് നമ്മൾ എടുത്താൽ മതി. നമ്പർ ഓഫ് കാർബൺ ആറ്റത്തിനനുസരിച്ചായിരിക്കും ഡിറ്റർമിനൻ്റ് ഉണ്ടാവും. Then if we put alpha minus e by beta equal to x, ഇതിലെന്താ ചെയ്യുക? ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്യാം. ആൽഫ മൈനസ് ഇ ബൈ ബീറ്റ നമ്മൾ എക്സ് എന്ന് കൊടുക്കും. അതായത് ആൽഫ മൈനസ് ഇ ഈസ് ഈക്വൽ ടു ബീറ്റ എക്സ് ആണ്, അല്ലെങ്കിൽ ആൽഫ മൈനസ് ഇ ബൈ ബീറ്റ ഈസ് ഈക്വൽ ടു എക്സ്. അങ്ങനെയാണെങ്കിൽ ഇതിനെന്ത് ചെയ്യാം? കംപ്ലീറ്റ് ബീറ്റ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ ആൽഫ മൈനസ് ഇ ബൈ ബീറ്റ 1 0 0 0. ദെൻ എന്ത് വരും? ആൽഫ ബീറ്റ കൊണ്ട് ഡിവൈഡ് ചെയ്ത് ഫസ്റ്റ് ബീറ്റ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, ബീറ്റ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആൽഫ മൈനസ് ഇ ബൈ ബീറ്റ 1 0 0 0 1, ആൽഫ മൈനസ് ഇ ബൈ ബീറ്റ 1 0 0, അങ്ങനെ വരും. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യാം? ആൽഫ മൈനസ് ഇ ബൈ ബീറ്റയ്ക്ക് എക്സ് എന്ന് കൊടുക്കാം. സോ ദിസ് എക്സ്പ്രഷൻ ബിക്കം, ഫസ്റ്റ് എന്ത് വരും? ആൽഫ മൈനസ് ഇ ബൈ ബീറ്റ എക്സ് ആണ്. എക്സ് 1 0 0 0, 1 x 1 0 0 0, 0 1 x 1 0 0 0. Okay, etc. 0 0 0 0 0, 1 8 equal to 0. And ഓക്കെ, ഇതാണ് നമ്മുടെ എന്താ പറയുക ലാസ്റ്റ് കിട്ടുന്ന സെക്കുലാർ ഇക്വേഷൻ അല്ലെങ്കിൽ ഹക്കൽ ഡിറ്റർമിനൻറ്റ്.
ഹക്കൽ ഡിറ്റർമിനൻ്റ് എന്നാണ് ഇതിനെ വിളിക്കുന്നത്. അപ്പോൾ ഈ ഡിറ്റർമിനൻ്റ് നമുക്ക് എത്ര കാർബൺ ആറ്റമാണോ ഉള്ളത് അതിനനുസരിച്ച് എന്തുണ്ടാവും, നമ്പർ ഓഫ് ഡിറ്റർമിനൻ്റ് ഉണ്ടാവും. അപ്പോൾ ഇത് ഇത്രയും ഡീറ്റെയിൽഡായിട്ട് നമുക്ക് ഒരു മോളിക്യൂൾ എടുത്തുന്നു കഴിഞ്ഞാൽ ഇത്രയും സ്റ്റെപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. വളരെ എളുപ്പത്തിൽ നമുക്ക് ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കാം. അതെങ്ങനെയാണ് നോക്കാം. ഫസ്റ്റ് നമുക്ക് ഏതിൻ്റെയാണ് കണ്ടുപിടിക്കേണ്ടത് നോക്കാം. അപ്പോൾ സ്കെച്ച് ദ ഫ്രെയിം വർക്ക് ഓഫ് ഹൈഡ്രോ കാർബൺ ഇൻഡിക്കേറ്റിംഗ് ദ കാർബൺ ആറ്റംസ്. ഫോർ എക്സാമ്പിൾ വി ഹാവ് ടു എന്താ പറയുക, നമുക്ക് വി ഹാവ് ടു ഫൈൻഡ് ദ ഡിറ്റർമിനൻ്റ് ഓഫ് ബ്യൂട്ടാഡൈൻ. ബ്യൂട്ടാഡൈൻ്റെ ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കണം. ഫസ്റ്റ് എന്ത് ചെയ്യുക, ബ്യൂട്ടാഡൈൻ്റെ ഫ്രെയിം വർക്ക് കാർബൺ ആറ്റം 4 കാർബൺ ആറ്റമാണല്ലോ ഉള്ളത്. അത് നമ്മൾ ഇങ്ങനെ എഴുതാം. ദെൻ നമ്പർ ദ കാർബൺ ആറ്റം ആസ് 1 2 3 4 എക്സെട്ര. 1 2 3 4 4 കാർബൺ ആറ്റമുണ്ട്. ദെൻ എന്ത് ചെയ്യുക, മൂന്നാമത്തത് ഫിൽ ദ, അന്നേരം നമുക്ക് കിട്ടുന്ന മെട്രിക്സ് ഡിറ്റർമിനൻ്റ് എന്തായിരിക്കും, n/n ഡിറ്റർമിനൻ്റ് ആയിരിക്കും. ഈ n/n ഡിറ്റർമിനൻ്റിൽ n കോളംസ് ഉണ്ടായിരിക്കും, n റോസ് ഉണ്ടായിരിക്കും. അതിൽ ഡയഗണലായിട്ട് എന്ത് ചെയ്യാം, എക്സ് നമ്മൾ ഫില്ല് ചെയ്യാം. ഡയഗണലായിട്ട് എക്സ് ഫില്ല് ചെയ്യാം. ദെൻ റോ കോളം ഇൻഡിസസ് നിയറസ്റ്റ് നെയ്ബേഴ്സ് ആണെങ്കിൽ അതിന് 0 കൊടുക്കുക, 1 കൊടുക്കുക. റോ കോളം മെട്രിക്സ്, റോ കോളം ഇൻഡിസസ്, അതായത് നമുക്ക് ആദ്യം എന്ത് ചെയ്യും, ഒരു n/n മെട്രിക്സ് ഉണ്ട്. അപ്പോൾ എന്താണ്, 4 കോളം ഉണ്ടാവും, 4 കോളം ഉണ്ടാവും, 4 റോ ഉണ്ടാവും. ഫസ്റ്റ് വേണമെങ്കിൽ ഫസ്റ്റ് നമ്പർ കൊടുത്തോളൂ, 1 2 3 4. നമ്പറിൻ്റെ ആവശ്യമൊന്നുമില്ല. ഓക്കെ, നമ്പർ ഇടേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഫസ്റ്റ് ചെയ്യുമ്പോൾ മാത്രം നമ്പർ ഇട്ട് പഠിക്കാമെന്നുള്ളൂ. ഓക്കെ, ഫസ്റ്റ് സോറി ഓക്കെ. അപ്പോൾ ഡയഗണലായിട്ട് എന്ത് ചെയ്യാം, എക്സ് കൊടുക്കുക. ഫസ്റ്റ് 1 1 പൊസിഷനിൽ എക്സ് കൊടുക്കുക. അടുത്ത ഡയഗണൽ ഇതാണ്, എക്സ് 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 കൊടുത്തു. എന്ത് ചെയ്യാം, അടുത്ത ഇവിടെ ഫില്ല് ചെയ്യണം. ഇതെന്ന് പറഞ്ഞാൽ 2 1 ആണ്. 2 1 എന്ന് പറഞ്ഞാൽ കറസ്പോൺസ് ടു നെയ്ബേഴ്സ് ആണ്. ജസ്റ്റ് നെയ്ബേഴ്സ് ആയതുകൊണ്ട് 2 1ൻ്റെ അവിടെ 1 കൊടുക്കുക. ഇവിടെ എന്താണ്, 2 2 ആണ്, സോറി 1 2 ആണ്. 1 2 എന്താണ്, 1 കൊടുക്കുക. 1 3 എന്താണ്, 0 കൊടുക്കുക. 1 4 0 കൊടുക്കുക. നിയറസ്റ്റ് നെയ്ബേഴ്സ് അല്ലെങ്കിൽ ജസ്റ്റ് നെയ്ബേഴ്സ് അല്ലെങ്കിൽ 0 കൊടുക്കുക. ഓക്കെ, ഇത് നോക്കിയിട്ടാണ് കൊടുക്കേണ്ടത്. ഇതിൽ നെയ്ബേഴ്സ് ആണോ നോക്കണം കേട്ടോ, അല്ലാതെ 4ഉം 3യും നെയ്ബേഴ്സ് ആണോ എന്ന് വിചാരിച്ച് ചിലപ്പോൾ നെയ്ബേഴ്സ് ആവും, ചിലപ്പോൾ നെയ്ബേഴ്സ് അല്ലാതിരിക്കാം. 3യും 4ഉം നെയ്ബേഴ്സ് ആവും, പക്ഷേ 4ഉം 6ഉം അല്ലെങ്കിൽ 6ഉം 1ഉം അതൊക്കെ നെയ്ബേഴ്സ് ആവാം. നെയ്ബേഴ്സ് മീൻസ് ഇത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ, ഡയറക്റ്റ്ലി ബോണ്ടഡ് ആയിരിക്കും. അടുത്ത് 1 2 3 ആണ്. 2 3 ആകുമ്പോൾ 1 കൊടുക്കുക, 0 കൊടുക്കുക. ഇവിടെ എന്ത് കൊടുക്കുക, 3 1 ആണ്, 0 കൊടുക്കുക. 1x 1 3 4 1 4 1 0 4 2 0 4 3 1. ഇതാണ് ഇത് ഡിറ്റർമിനൻറ്റ്. നമ്മളിത് ഒഴിവാക്കി കഴിഞ്ഞാൽ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് നമ്മളിങ്ങനെ എഴുതിയാൽ മതി, ഡയറക്റ്റായിട്ട് എഴുതിയാൽ മതി. x1 0 0 1x1 0 0 1x1 0 0 1x. നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഏതും ചെയ്യാം, കാരണം ഇത് ഇങ്ങനെ കോളം റോ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഫസ്റ്റത്തെ എല്ലാം എക്സ് കൊടുക്കുക, ഡയഗണലായിട്ട് എക്സ് കൊടുക്കുക. അടുത്ത എന്ത് വരും, എക്സ് കഴിഞ്ഞാൽ 1 കൊടുക്കുക, പിന്നെ 1x 1 കൊടുക്കുക, 1x 1 കൊടുക്കുക, 1x കൊടുക്കുക. ബാക്കി എല്ലാതും 0 ആയി. ഇങ്ങനെയാണ് ബ്യൂട്ടൈൻ, അതുപോലെ ഈഥൈൻ, അലൈൽ സിസ്റ്റം ഒക്കെ ഇങ്ങനെയാണ് എഴുതുന്നത്. ഇനി ബെൻസീൻ നോക്കാം. ബെൻസീൻ സൈക്ലിക്കാണ്, അപ്പോൾ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നമ്മളിവിടെ ഫ്രെയിം വർക്ക് കാർബൺ ആറ്റം 6 കാർബൺ ആറ്റം, നമ്പേർഡ് ആസ് 1 2 3 4 5 6. സോ 6/6 ഡിറ്റർമിനൻ്റ് ആണ് വരുന്നത്. ഈ 6/6 ഡിറ്റർമിനൻറ്റിൽ ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്, എല്ലാ ഡയഗണൽസും എക്സ് കൊടുക്കുക.
ഫസ്റ്റ് എക്സ് 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 എക്സ്. ഓക്കെ, ഇനി അതന്നെ ഇവിടെ ഒരു കാര്യം മറന്നുപോയി, ഈക്വൽ ടു 0 ആയിരിക്കും കേട്ടോ. ഹക്കൽ ഡിറ്റർമിനൻറ്റ് ഈസ് ഓൾവേസ് ഈക്വൽ ടു 0. അത് ഈക്വൽ ടു 0 ഇട്ടില്ലെങ്കിൽ തെറ്റാണ്, കാരണം മാർക്ക് കിട്ടില്ല. ഹക്കൽ ഡിറ്റർമിനൻറ്റ് ഓൾവേസ് ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യാം, ദിസ് ഈസ് ഈക്വൽ ടു 0 ഇട്ട് കൊടുക്കുക ആദ്യം തന്നെ. അപ്പോൾ എക്സ് അടുത്ത ടൈം എന്താണ്, നിയറസ്റ്റ് നൈബേഴ്സ് 1 ആണ്. അപ്പോൾ 6/6 ഡിറ്റർമിനൻ്റ് ആണ് x1. അടുത്തത് 0 ആണ്, 0 ആണ്, 0 ആണ്. അടുത്ത ലാസ്റ്റ് ടേം, ലാസ്റ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് റോയും 6 കോളമാണ് ഇവിടെ വരിക. 1 6 1 6 എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ്ലി ബോണ്ടഡ് ആണ്. ഇപ്പം എന്തായിരിക്കും ഇവിടെ വരിക, 1 ആയിരിക്കും വരിക. ഓക്കെ, അടുത്തത് ഇവിടെ 1x1 0 0 0 0 1x1 0 0 0 0 1x1 0 0 0 0 1x1. ദെൻ ഇവിടെ എന്താണ്, 6th റോയും ഫസ്റ്റ് കോളം 6 1 1 ആണ്. 0 0 0 0 1x. ഇതാണ് ഹക്കൽ ഡിറ്റർമിനൻ്റ് ഓഫ് ബെൻസീൻ. ഇതേപോലെ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എഴുതാം. x1 0 0 0 1 1x1 0 0 0 0 1x1 0 0 0 0 1x1 0 0 0 0 1x1 1 0 0 0 1x. അപ്പോൾ നമ്മളിത് പ്രിൻസിപ്പൽ ഡയഗണലിൽ നോക്കിക്കഴിഞ്ഞാൽ സിമെട്രിക് ആയിരിക്കും, അല്ലെങ്കിൽ റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ടാവും. വിത്ത് റെസ്പെക്ട് ടു റിഫ്ലക്ഷൻ ത്രൂ ഔട്ട് ദ പ്രിൻസിപ്പൽ ഡയഗണൽ. അതായത് കോൺട്രിബ്യൂട്ടഡായി നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഈ ഡയഗണൽ നോക്കിക്കഴിഞ്ഞാൽ ജസ്റ്റ് റിഫ്ലക്ഷനാണ്. ഇവിടെ 1 ഇവിടെ 1 ഇവിടെ 1 ഇവിടെ 1 ഇവിടെ 1 ഇവിടെ 1 ബാക്കി 3 0. അതേപോലെ തന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് 1 പിന്നെ 0 0 0 1. അതുപോലെ 1 0 0 0 1. ഓക്കെ, അപ്പോൾ അത് ചെക്ക് ചെയ്യുകയും ചെയ്യും. അതായത് ചെക്ക് ദ ഡിറ്റർമിനൻറ്റ് ഈസ് സിമെട്രിക് വിത്ത് റെസ്പെക്ട് ടു റിഫ്ലക്ഷൻ ത്രൂ ഔട്ട് ദ പ്രിൻസിപ്പൽ ഡയഗണൽ. അതായത് ഇവിടെ 1 വന്നു കഴിഞ്ഞാൽ ഇവിടെ 1 വന്നിരിക്കും. ഓക്കെ, അതാണ് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് HMO എനർജി ലെവൽസ്. 7th 1 ആണ് HMO എനർജി ലെവൽസ്. ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് n/n ഡിറ്റർമിനൻ്റ് ആണ്. സോ ഓൺ എക്സ്പാൻഡിങ് n/n ഡിറ്റർമിനൻറ്റ് വി ഗെറ്റ് എ പോളിനോമിയൽ ഓഫ് nth ഡിഗ്രി ഇൻ x. നമുക്ക് എക്സിലുള്ള ഒരു ഡിറ്റർമിനൻ്റ് ആണുള്ളത്, ഒരു n/n ഡിറ്റർമിനൻറ്റ്. ദാറ്റ് n/n ഡിറ്റർമിനൻറ്റിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, വി ഗെറ്റ് എ പോളിനോമിയൽ ഓഫ് nth ഡിഗ്രി പോളിനോമിയൽ കിട്ടും. ഇപ്പോൾ ഒരു nth ഡിഗ്രി പോളിനോമിയലിന് n റിയൽ റൂട്ട്സ് ഉണ്ടായിരിക്കും. n റിയൽ റൂട്ട്സ് ഉണ്ടായിരിക്കും. ഓക്കെ, ദാറ്റ് റൂട്ട്സ് ആർ ടേക്കൺ ആസ് x1 x2 x3 etc. അപ്പോൾ നമ്മുടെ x എന്ന് പറഞ്ഞാൽ എന്താണ്, x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽഫ മൈനസ് ഇ ബൈ ബീറ്റ ആണ് x എന്ന് പറയുന്നത്. ആൽഫ മൈനസ് ഇ ബൈ ബീറ്റ x ആണ്. അപ്പോൾ എ റൂട്ട് ഓഫ് എക്സ് ജെ, അതായത് x1 അല്ലെങ്കിൽ എക്സ് ജെ എന്ന് പറഞ്ഞാൽ j = 1 2 3 etc. ആണ്. അപ്പോൾ എക്സ് ജെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ലീഡ്സ് ടു ആൻ എനർജി EJ ഓഫ് ദ jth HMO. അപ്പോൾ നമുക്ക് ഇതിൽ എന്ത് ചെയ്യാം, എക്സ് ബീറ്റ x = ആൽഫ മൈനസ് ഇ ഈസ് ഈക്വൽ ടു വാട്ട്, ആൽഫ പ്ലസ് എക്സ് ബീറ്റ എന്ന് എഴുതിക്കൂടെ. ആൽഫ മൈനസ് എക്സ് ബീറ്റ. ഈനപ്പുറത്ത് കൊണ്ടുവരിക, ബീറ്റ എക്സിനപ്പുറത്ത് കൊണ്ടുപോകുക, ആൽഫ മൈനസ് എക്സ് ബീറ്റ. അപ്പോൾ ജനറലായിട്ട് EJ = എന്തായിരിക്കും, ആൽഫ മൈനസ് എക്സ് ജെ ബീറ്റ ആയിരിക്കും. x = ആൽഫ മൈനസ് ഇ ബൈ ബീറ്റ. അതിൽ നിന്ന് എനർജിയുടെ ടേം കണ്ടുപിടിക്കണം. എനർജി = ആൽഫ മൈനസ് എക്സ് ബീറ്റയാണ്. അപ്പോൾ ഡിഫറെൻറ്റ് റൂട്ട്സ് ഉണ്ടെങ്കിൽ എക്സ് ജെസ് ഉണ്ടെങ്കിൽ, അതായത് j = 1 x1 x2 x3 etc. ആണെങ്കിൽ ഓരോന്നിൻ്റെയും എനർജി എന്ന് പറയുന്നത് EJ = ആൽഫ മൈനസ് എക്സ് ജെ ബീറ്റ ആയിരിക്കും. ഓക്കെ,
അപ്പോൾ there will be n energy levels corresponding to n HMOs, each being expressed in terms of alpha and beta. n HMO ഉണ്ടെങ്കിൽ n എനർജി ലെവൽസ് ഉണ്ടായിരിക്കും. ഓരോന്നിൻ്റെയും ടേം റെപ്രസെൻ്റ് ചെയ്യുന്നത് ആൽഫയുടെയും ബീറ്റയുടെയും ടേമിലായിരിക്കും. ഓക്കെ, ദെൻ ആൽഫ റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്താണ്? ആൽഫ റെപ്രസെൻറ്റ്സ് ദ എനർജി ഓഫ് എ p ഇലക്ട്രോൺ ബോണ്ട് ടു എ കാർബൺ ആറ്റം in the molecule. Alpha represents the energy of a p electron bond to a carbon atom, and alpha is negative. ആൽഫയുടെ വാല്യൂ എന്തായിരിക്കും? ആൽഫ നെഗറ്റീവ് ആണ് റിലേറ്റീവ് ടു എ ഫ്രീ ഇലക്ട്രോൺ. ഒരു ഫ്രീ ഇലക്ട്രോണ് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ആൽഫയുടെ വാല്യൂ നെഗറ്റീവ് ആണ്, കാരണം ആൽഫ റെപ്രസെൻറ്റ്സ് ദ എനർജി ഓഫ് എ p ഇലക്ട്രോൺ ബൗണ്ട് ടു എ കാർബൺ ആറ്റം ഇൻ ദ മോളിക്യൂൾ. അതുപോലെ ബീറ്റ റെപ്രസെൻറ്റ്സ് ദ എനർജി ഓഫ് ആൻ ഇലക്ട്രോൺ ഇൻ എ ബോണ്ട്. ബീറ്റ റെപ്രസെൻ്റ് ചെയ്യുന്നത് എനർജി ഓഫ് ആൻ ഇലക്ട്രോൺ ഇൻ എ ബോണ്ട് ആൻഡ് ഈസ് ഓൾസോ നെഗറ്റീവ്. ബീറ്റ എന്താണ്? നെഗറ്റീവാണ്. ആൽഫയുടെ വാല്യൂ നെഗറ്റീവാണ്, കാരണം ആൽഫ റെപ്രസെൻറ്റ്സ് ദ എനർജി ഓഫ് എ p ഇലക്ട്രോൺ ബോണ്ട് ടു എ കാർബൺ ആറ്റം ഇൻ ദ മോളിക്യൂൾ. സിമിലർലി ബീറ്റ റെപ്രസെൻറ്റ്സ് ദ എനർജി ഓഫ് ആൻ ഇലക്ട്രോൺ ഇൻ എ ബോണ്ട് ആൻഡ് ഈസ് നെഗറ്റീവ്. ദെൻ നമുക്ക് രണ്ട് ടൈപ്പ് റൂട്ട്സ് കിട്ടും. നെഗറ്റീവ് റൂട്ട്സും കിട്ടും, പോസിറ്റീവ് റൂട്ട്സും കിട്ടും. നെഗറ്റീവ് റൂട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ജേൻ്റെ വാല്യൂ ലെസ് ദാൻ 0 ആണെങ്കിൽ, എക്സ്ജേയുടെ വാല്യൂ ലെസ് ദാൻ 0 ആണെങ്കിൽ വി ഗെറ്റ് നെഗറ്റീവ് റൂട്ട്സ്. എക്സ്ജെ ലെസ് ദാൻ 0 നെഗറ്റീവ് റൂട്ട്സ് ആണെങ്കിൽ എനർജി എന്ന് പറയുന്നത് ലെസ് ദാൻ ആൽഫ ആയിരിക്കും. ഇ ജെ ലെസ് ദാൻ ആൽഫ, ഇ ജെ ലെസ് ദാൻ ആൽഫ. xj less than 0, energy level Ej less than alpha. That corresponds to bonding level. Ej less than alpha means lower level ആണ്. That corresponds to bonding level. Then positive root ആണെങ്കിൽ, positive root means എന്താണ്? xj greater than 0 ആണ്. xj greater than 0 ആണെങ്കിൽ Ej greater than alpha. Ej greater than alpha means corresponds to anti-bonding level. Anti-bonding level. Then n odd ആണെങ്കിൽ, n-ൻ്റെ വാല്യൂ ഓഡ് ആണെങ്കിൽ, അതായത് 3, 5, 7 എക്സെട്ര ഒക്കെ ആണെങ്കിൽ അവിടെ എന്തുണ്ടായിരിക്കും? xj ഈക്വൽ ടു 0 എന്ന് പറയുന്ന റൂട്ട്സ് ഉണ്ടായിരിക്കും. xj ഈക്വൽ ടു 0. xj equal to 0 means Ej equal to alpha. That corresponds to non-bonding level. Non-bonding level. Okay. അപ്പോൾ 3 ടൈപ്പ് റൂട്ട്സ് ആണ് വരിക. xj ലെസ് ദാൻ 0, xj ഗ്രേറ്റർ ദാൻ 0, n ഈവൻ ആണെങ്കിൽ, n ഓഡ് ആണെങ്കിൽ അവിടെ xj ലെസ് ദാൻ 0, xj ഗ്രേറ്റർ ദാൻ 0, xj ഈക്വൽ ടു 0 ഉണ്ടാവും. അപ്പോൾ xj ലെസ് ദാൻ 0 ബോണ്ടിങ് ലെവൽ, അതായത് നെഗറ്റീവ് വാല്യൂ ആണെങ്കിൽ ബോണ്ടിങ് ലെവൽ ആയിരിക്കും, പോസിറ്റീവ് വാല്യൂ ആണെങ്കിൽ ആൻറ്റി ബോണ്ടിങ് ആയിരിക്കും. xj അതായത് xj നെഗറ്റീവ് xj പോസിറ്റീവ് ആണ്, xj 0 ആണെങ്കിൽ അത് നോൺ ബോണ്ടിങ് ആയിരിക്കും. അപ്പോൾ നമുക്ക് കിട്ടുന്ന റൂട്ട്സ് +1 പ്ലസ് -1 ആണെങ്കിൽ ഈ +1 ഉള്ളത് എന്തായിരിക്കും? ആൻറ്റി ബോണ്ടിങ് ആയിരിക്കും. -1 ഉള്ളത് എന്തായിരിക്കും വരിക? ബോണ്ടിങ് ആയിരിക്കും. ഇതാണ് എനർജി HMO എനർജി ലെവൽസ് എന്ന് പറയുന്നത്. ദെൻ 8 പോസ്റ്റുലേറ്റ്, 8ാമത്തെ പോസ്റ്റുലേറ്റ് കോഎഫിഷ്യൻസ് ആണ്. കോഎഫിഷ്യൻസ് ബൈ ഇൻസേർട്ടിങ് ദ വാല്യൂസ് ഓഫ് E 1 by 1 ഇൻ ദ n സൈമിൾട്ടേനിയസ് സെക്കുലാർ ഇക്വേഷൻ. അപ്പോൾ നമുക്ക് എനർജി കിട്ടിക്കഴിഞ്ഞാൽ എനർജിയുടെ വാല്യൂ എന്ത് ചെയ്യുക? സെക്കുലാർ ഇക്വേഷൻ, നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുള്ള സെക്കുലാർ ഇക്വേഷനിൽ സൈമിൾട്ടേനിയസ് ആയിട്ട് എന്ത് ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ദ റിലേറ്റീവ് വാല്യൂസ് ഓഫ് HMO കോഎഫിഷ്യൻസ് A1, A2, etc. AN ആർ ഒബ്റ്റെയിൻഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നിൻ്റെയും എനർജി കിട്ടിക്കഴിഞ്ഞാൽ ഇവിടുന്ന് എനർജി കിട്ടും. എനർജി കിട്ടിക്കഴിഞ്ഞാൽ സെക്കുലാർ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അന്നേരം നമുക്ക് A1, A2ൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത പോലെ നോർമലൈസേഷൻ ചെയ്യാം. നോർമലൈസേഷൻ മീൻസ് ഇൻഡെക്സ് I സ്ക്വയർ ഡീറ്റോ ഈക്വൽ ടു 1 ആണ്. ഇൻഡെക്സ് I സ്ക്വയർ ഡീറ്റോ ഈക്വൽ ടു 1 അല്ലെങ്കിൽ സൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A1 P1 പ്ലസ് A2 P2 പ്ലസ് A3 P3 പ്ലസ്
അല്ലേ? എക്സെട്ര എ എൻ പി എൻ ഹോൾ സ്ക്വയർ ഡി ടോ ഈക്വൽ ടു 1. അത് ചെയ്താൽ മതി. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? എ വൺ സ്ക്വയർ പ്ലസ് എ ടു സ്ക്വയർ പ്ലസ് എ ത്രീ സ്ക്വയർ പ്ലസ് എക്സെട്ര എ എൻ സ്ക്വയർ ഈക്വൽ ടു 1 ആണ്. ഓക്കെ. കാരണം എന്താണ്? ഇത് 1 ആവാൻ കാരണം ഇത് 1 ആണ്. ബാക്കിയുള്ള ഇൻ്റഗ്രൽ പി ആർ പി എസ് ഡിറ്റോ എന്താണ്? 0 ആണ്. ഇൻ്റഗ്രൽ പി ആർ പി എസ് ഡിറ്റോ 0 ആണ്. അതുകൊണ്ടാണ് ബാക്കിയുള്ള ടേംസൊക്കെ 0 ആയിട്ടുള്ളത്. ഇതിൽ കുറേ ടേംസ് വരുമല്ലോ സ്ക്വയർ എടുക്കുമ്പോൾ. P1 P2 എന്ന് പറയുന്ന ടേംസൊക്കെ വരും. 2A1 A2 P1 P2. അപ്പോൾ P1 P2 എന്താണ്? പി ആർ പി എസ് ഡിറ്റോ 0 ആണ്. ഇൻ്റഗ്രൽ പി ആർ പി എസ് ഡിറ്റോ എന്ന് പറഞ്ഞാൽ SRS ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 0. SRS equal to 0. And this is about a Huckel molecular orbital theory. Then ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. 4 മോളിക്യൂളിൻ്റെ ആപ്ലിക്കേഷൻ ആണുള്ളത്. ഫസ്റ്റ് വൺ എത്തിലീന്, സെക്കൻഡ് വൺ 1,3-butadiene, തേർഡ് വൺ അലൈൽ സിസ്റ്റം, ഫോർത്ത് വൺ ബെൻസീൻ. ഓക്കെ.